നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്യും, അതുപോലെ ഒരുപാട് വീഡിയോ കാണും. ഈ കാണുന്ന വീഡിയോൻ്റെ ഒക്കെ ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒക്കെ ഹിസ്റ്ററി യൂട്യൂബിൽ സേവ് ആയി നിൽക്കുന്നുണ്ട്. അത് സേവ് ആയി നിൽക്കുന്ന ആ ഹിസ്റ്ററി നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ യൂട്യൂബിൻ്റെ സെറ്റിങ്സിൽ ഉണ്ടായിരുന്നു മുമ്പ്. എന്നാൽ ഇപ്പോൾ യൂട്യൂബ് ആ സെറ്റിങ്സ് നമ്മളെ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി, വാച്ച് ഹിസ്റ്ററി ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ആ സെറ്റിങ്സ് ഒന്ന് മാറ്റം വരുത്തിക്ക്, അതൊന്ന് റീപ്ലേസ് ചെയ്തിക്ക്. അതിപ്പോൾ യൂട്യൂബിൻ്റെ സെറ്റിങ്സ് കാണുകയില്ല, അത് ഡയറക്റ്റ് നമ്മളെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് മാറ്റിക്ക്. അതെവിടെയാണെന്നുള്ളത്, എങ്ങനെയാണ് അത് ഡിലീറ്റ് ചെയ്യേണ്ടി അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യേണ്ടി എന്നുള്ളതാണ് ഈ വീഡിയോ. യൂട്യൂബിൽ നിന്ന് വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമുക്കാദ്യം യൂട്യൂബ് തുറക്കാം. യൂട്യൂബ് തുറന്നിട്ട് മേലെ പ്രൊഫൈൽ പിക്ചർ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഭാഗത്തേക്ക് പോയാൽ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്താൽ മാനേജ് ഓൾ ഹിസ്റ്ററി എന്നുള്ള ഒരു ഭാഗം പുതിയ കാണുമ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നമ്മളെ ഗൂഗിൾ അക്കൗണ്ടിലേക്കാണ് പോവുക. ഇവിടെ നമുക്ക് സേവിങ് യുവർ യൂട്യൂബ് ഹിസ്റ്ററി എന്നുള്ളൊരു ഭാഗം കാണാം, അതുപോലെ ഓട്ടോ ഡിലീറ്റ് എന്നുള്ള ഒരു ഭാഗവും കാണാം. ഈ സേവിങ് യുവർ യൂട്യൂബ് ഹിസ്റ്ററി എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് അത് ടേൺ ഓഫ് ചെയ്യാം. എന്തൊക്കെയാണ് സേവ് ആകുന്നതെന്ന് ഇവിടെ എഴുതിക്ക്. സബ് സെറ്റിങ്സിൽ ഇൻക്ലൂഡ് യൂട്യൂബ് വീഡിയോ യു വാച്ച്, അതായത് നമ്മൾ കാണുന്ന വീഡിയോ, അതുപോലെ ഇൻക്ലൂഡ് യുവർ സെർച്ചസ് ഓൺ യൂട്യൂബ്, അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ഇത് രണ്ടും ഓൾറെഡി ടിക്ക് മാർക്കിലുണ്ട്. അതുപോലെ തന്നെ ഇൻക്ലൂഡ് യൂട്യൂബ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി എന്നുള്ള ഒരു ഭാഗമുണ്ട്. അത് അധികം ഉപയോഗിക്കാത്തതുകൊണ്ട്, അതൊക്കെ കുട്ടികളൊക്കെ ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അത് ടിക്ക് മാർക്കിലില്ല. ഇവിടെ നമുക്കിത് അങ്ങനെ ടേൺ ഓഫ് ചെയ്യേണ്ടി, ഈ ടേൺ ഓഫ് എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം പോസ് യൂട്യൂബ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരും. ഇവിടെ പോസ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഗോട്ടിറ്റ് എന്ന് വരും. ആ ഗോട്ടിറ്റ് കൂടി ക്ലിക്ക് ചെയ്താൽ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞ്. ഇനി അത് ഓൺ ആക്കണമെങ്കിലും ഇതേ ഭാഗത്ത് വരിക, ഇവിടെ ടേൺ ഓൺ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടേൺ ഓൺ കൊടുക്കുക, ഓണാക്കി. അപ്പോൾ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി ഓഫാക്കാനും ഓണാക്കാനും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. മുമ്പത്തെ സെറ്റിങ്സിൽ നിന്ന് മാറിയിട്ട് പുതിയ സെറ്റിങ്സിൽ എങ്ങനെയുള്ളതെന്ന് ഇവിടുത്തെ കിട്ടിയിട്ടുണ്ടാകില്ലേ. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതെന്തിനാ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി ഓണാക്കി ഓഫാക്കുകയും ചെയ്യുന്നത്? നമ്മളെ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി, വാച്ച് ഹിസ്റ്ററി ഒക്കെ ഏത് സമയത്തും അവിടെ സേവ് ആയി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഓഫാക്കുന്നത്. ഇങ്ങനെ സേവ് ആയി നിന്നാൽ വേറൊരാൾ നമ്മളെ ഫോൺ യൂട്യൂബൊക്കെ എടുത്ത് നോക്കുന്ന നേരം അവർക്കത് കാണുകയും കഴിയും. അത് മാത്രമല്ല, നമ്മളെ സെർച്ച് ഹിസ്റ്ററി, വാച്ച് ഹിസ്റ്ററി ഇതൊക്കെ ബേസ് ചെയ്താണ് നമുക്ക് ഓരോ കണ്ടന്റും യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സെർച്ച് ചെയ്ത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് സ്റ്റോപ്പ് ചെയ്യാനും ഇത് ഓഫാക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പം നമുക്കിത് ഷെഡ്യൂളായിട്ട് ഓഫാക്കി ഓണാക്കുകയും ചെയ്യാം. അതിനെന്താ ചെയ്യേണ്ടത്? ഇവിടെ ഓട്ടോ ഡിലേറ്റ് ഓഫ് എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 3 മാസം, 18 മാസം, 36 മാസം ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇത് ഓഫ് ആക്കുന്നില്ല കേട്ടോ, കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര മാസമാണോ സെലക്ട് ചെയ്ത് ആ മാസമാകുന്ന നേരം അതുവരെയുള്ള ഹിസ്റ്ററി കംപ്ലീറ്റ് ഡിലേറ്റ് ആവും. നമ്മൾ മാനുവലായിട്ട് ഡിലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓട്ടോ ഡിലേറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഓട്ടോ ഡിലേറ്റ് ആക്ടിവിറ്റി എന്നുള്ള ഈ രണ്ടാമത്തെ ഭാഗം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്, പാവം നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.